പക്ഷേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റ്. നമസ്കാരം, ടു ഫാർമർ ഫോക്കസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിജോ. ഞാനാണെങ്കിൽ ഇപ്പം നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള അരൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണേ. അപ്പോൾ എന്നെ ഇവിടെ എത്തിച്ചത് നാളെ ഈ കാണുന്ന മാങ്ങയാണ് ഈ സ്ഥലത്തോട്ട് എത്തിച്ചത്. അപ്പോൾ ഈ മാങ്ങയുടെ പ്രത്യേകത എന്താണ് എന്നും ഇത് എന്ത് തരം മാങ്ങയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരുപാട് നാടൻ മാവിനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതിൽ വളരെ വ്യത്യസ്തമായ ഒരു രുചിയോട് കൂടിയ ഒരു ഫ്ലേവർ അടങ്ങിയ ഒരു മാങ്ങയാണ് ഈ ഒരു മാങ്ങ. ഇതിനെ അറിയപ്പെടുന്നത് ഒളോർ മാങ്ങ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് കോഴിക്കോട് ജില്ലയിൽ വടകരയ്ക്ക് അടുത്തുള്ള ഈ അരൂർ എന്ന് പറയുന്ന സ്ഥലത്തും അതേപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലും മാത്രമാണ് ഈ ഒരു മാവിനം കണ്ടുവരുന്നത്. ഇതിൻ്റെ വ്യത്യസ്തമായ ടേസ്റ്റും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു നിറവും ഒരു മണവും ഒക്കെ കൊണ്ട് ഇത് ഒരുപാട് ഡിമാൻഡുള്ള ഒരു മാവിനമായിട്ട് മാറിക്കഴിഞ്ഞു. ഇതിപ്പോഴെന്നല്ല, ഒരുപാട് പഴയ കാലം തൊട്ടേ ഈ ഒരു മാവിനത്തിന് ഭയങ്കര ഡിമാൻഡാണ്. വിദേശ രാജ്യങ്ങളിലോട്ടൊക്കെ ഒരുപാട് കയറ്റുമതി ചെയ്യപ്പെടുന്നൊരു മാവിനമാണ് ഈ ഒരു ഒളോർ മാങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാങ്ങയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ ഈ ഒരു മാവിനത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയത് ഭൗമസൂചിക പദവി ലഭിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു മാവിനമാണെന്ന്. അപ്പോൾ എന്താണ് ഭൗമസൂചിക പദവി എന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഒരു ഉൽപ്പന്നത്തിന് ആ ഉൽപ്പന്നത്തിൻ്റെ ഭൗമശാസ്ത്രപരമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പാരമ്പര്യപരമായിട്ടോ എന്തെങ്കിലും പ്രത്യേകതകൾ ആ ഉൽപ്പന്നത്തിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ ലഭിക്കുന്ന ഒരു പദവിയാണ് ഭൗമസൂചിക പദവി. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾക്ക് ഈ ഒരു പദവി ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറന്മുള കണ്ണാടി, അതേപോലെ തന്നെ നമ്മുടെ ആലപ്പുഴ കയറ്, പിന്നെ പാലക്കാടൻ മട്ട. അപ്പോൾ ഇതൊക്കെ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ടും അതേപോലെ തന്നെ പരമ്പരാഗതമായിട്ടും ഒക്കെ കിട്ടിയിട്ടുള്ള പദവിയാണ് ഈ ഭൗമസൂചിക പദവി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഈ ഒളോർ മാങ്ങ എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ ഈ ഒളോർ മാവിൻ്റെ തൈ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അറിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒളോർ മാവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു മാവ് കണ്ടെത്തി. അതിനകത്ത് നിന്ന് അവസാനത്തെ 2 മാങ്ങകളിലെ ഒരു മാങ്ങയായത്. അപ്പോൾ ഈ ഒരു കണ്ടന്റ് ഇനി കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി 1 വർഷം ചിലപ്പം കാത്തിരിക്കേണ്ടി വരും. അടുത്ത വർഷമേ ഇനി ഈ മാങ്ങ ഉണ്ടാകത്തുള്ളൂ. ഏകദേശം ഒരു തണുപ്പൊക്കെ ആയി തുടങ്ങുന്ന സമയത്ത് വൃശ്ചിക മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് മാവ് നന്നായിട്ട് പൂക്കുകയും ഒരു മാർച്ച് ഫെബ്രുവരി ലാസ്റ്റ് മാർച്ചോട് കൂടിയൊക്കെ മാങ്ങ ആയി തുടങ്ങുന്ന ഒരു സീസണാണ് ഇതിനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു മാങ്ങ കട്ട് ചെയ്ത് നോക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ വ്യത്യസ്തമായൊരു മണം അടിക്കുന്നുണ്ട്. ഇതാണ് ഒളോർ മാങ്ങ. മുറിച്ച് കഴിഞ്ഞപ്പം ഇതിൻ്റെ അകം ഇരിക്കുന്നത്. ചെറിയ കേടൊക്കെ സൈഡിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ടാണ് കേടൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് എന്നൊന്ന് നോക്കാം. ഇത് തോടിന് മാങ്ങയുടെ തൊലിക്ക് ഒരല്പം കട്ടിയുണ്ട്. പക്ഷേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ നാടൻ മാവിനങ്ങളിൽ ഇത്രയും ടേസ്റ്റുള്ളൊരു മാങ്ങ ഞാൻ കഴിച്ചിട്ടില്ല. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഫ്ലേവറാണ് ഇതിനകത്തുള്ളത്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര വ്യത്യസ്തമായൊരു ടേസ്റ്റായത്. സൂപ്പറായിട്ടുണ്ട്. നല്ല രീതിയിൽ വാട്ടർ കണ്ടന്റ് ഉണ്ട്. അതേപോലെ തന്നെ മാങ്ങയ്ക്ക് നല്ല വലിപ്പമുണ്ട്. ഇത് എനിക്കൊന്ന് പറിച്ചപ്പം വീണ് ചതഞ്ഞ ഉണ്ടായൊരു കേടാണ്. അല്ലാതെ മാങ്ങയ്ക്ക് വലിയ കേടൊന്നുമില്ല. എത്ര കഴിച്ചാലും മതിയാവത്തില്ല കേട്ടോ, അത്ര ടേസ്റ്റ് ഉണ്ട്. സൂപ്പറായിട്ടുണ്ട്. അവിടെ നോക്കിയത് അതിൻ്റെ കളറ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളെ എന്താ പറയുന്നത്, ഒരു വ്യത്യസ്തമായ കളർ എന്ന് പറയാൻ പറ്റും. അതിൻ്റെ അകമൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു ക്രിസ്റ്റൽ രൂപം പോലെ ഉണ്ടാകും നമ്മളിങ്ങനെ നോക്കി കഴിയുമ്പോൾ. സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മതി വരാത്ത മധുരം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും കേട്ടോ. അത്ര ടേസ്റ്റായി ഒരു മാങ്ങയ്ക്ക്. അപ്പോൾ ഇത് ഈ ഒരു പ്രദേശത്ത് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സീസണൊക്കെ ആകുമ്പോഴത്തേക്ക്
കച്ചവടക്കാർ വന്നിത് പൂക്കുമ്പോഴേ ഈ മാവിന് വില പറഞ്ഞ് അവർ കരസ്ഥമാക്കുകയാണ് ചെയ്യുന്നത്. അത്രയ്ക്ക് ഡിമാൻഡ് ആയതുകൊണ്ട് മറ്റുള്ള കച്ചവടക്കാരൊക്കെ പുറത്തുനിന്ന് വന്നിട്ട് ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇത് ഈ ഒരു പ്രദേശത്ത് തന്നെ പല സ്ഥലങ്ങളിലും ഉണ്ടാകും. അപ്പോൾ ഇവിടുത്തെ ഒരു മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ടും ഈ ഒരു മലയുടെ താഴ്വരയിൽ ഈ ഒരു മാവിനം നിൽക്കുന്നത് കൊണ്ടുമാണ് ഇതിന് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇത് പല സ്ഥലങ്ങളിൽ ആയിരിക്കുമ്പോൾ ഈ അരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഒറിജിനലായിട്ട് ഈ ഒരു മാവുള്ളത്. അപ്പോൾ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ നിൽക്കുന്ന മാവിന് എല്ലാവരും ഒളോർ മാങ്ങ എന്ന് പറയുന്നത് കൊണ്ട് ഒരു പൊതുവായിട്ടൊരു പേര് ഇതിനെ വിളിച്ചെന്ന് പറഞ്ഞാൽ വടകര ഒളോർ എന്നതിനെ പറയുന്നുണ്ട്. അപ്പം ഇതാണ് ഒളോർ മാങ്ങയുടെ വിശേഷങ്ങൾ. അപ്പം ഇതിൻ്റെ തൈ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആരെങ്കിലുമൊക്കെ ഇവിടെയുള്ള ഈ ഏരിയയിലുള്ള ആരെങ്കിലുമൊക്കെ സമീപിച്ചെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ തൈ സംഘടിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.